People TV exclusive. കണ്ണൂർ വിമാനത്താവളം ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. തലശ്ശേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈജുവിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ്. 20ഓളം പേരിൽ നിന്നായി തട്ടിയത് ലക്ഷങ്ങൾ. ബൈജു പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. വിലപേശുന്ന സംഭാഷണവും പീപ്പിളിന്. ബൈജുവിന് പിന്നിൽ വൻ മാഫിയ എന്ന് സൂചന. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിവിധ തസ്തികകളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് വൻ തട്ടിപ്പ് നടക്കുന്നത്. മട്ടന്നൂർ സ്വദേശിയും തലശ്ശേരി കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായ ബൈജുവാണ് 20ഓളം പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഇയാൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങുന്നത്. തന്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് ഉദ്യോഗാർത്ഥികളെയും രക്ഷിതാക്കളെയും വിശ്വസിപ്പിച്ച ശേഷമാണ് പണം കൈപ്പറ്റുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്തിട്ട് അതിന് കടലാസ് അവിടെ ഞാൻ വാങ്ങിക്കാൻ സാറേ കൈയോടെ വാങ്ങിക്കണം അവർ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് സാറെന്നോട് ഒരു കാരണവശാലും ഇത് ലീക്കാകാൻ പാടില്ല. ലീക്കായി കഴിഞ്ഞാൽ പല ഭവിഷ്യത്തുകളും ആദ്യം ചോദിക്കുന്നൊരു അപേക്ഷ നമ്മളാണ് ഉണ്ടോ അപേക്ഷ വെച്ചിട്ടുണ്ടോ ഇത് തിരികെയല്ല സംഭവം. തലശ്ശേരി സ്വദേശിയിൽ നിന്നും ജോലിക്കായി ഇയാൾ വാങ്ങിയത് 3 ലക്ഷം രൂപയാണ്. തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് പണം കൈമാറിയത്. ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ചിലർ. ഈ പോലീസുകാരന് പിന്നിൽ വൻ മാഫിയ ഉണ്ടെന്ന സൂചനയും ശക്തമാണ്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. വൻ തട്ടിപ്പാണ് അരങ്ങേറിയിരിക്കുന്നത്. പുറത്തേക്ക് വരുന്ന തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുകയാണ് തത്സമയം. കുട്ടൻ, ഏത് രീതിയിലായിരുന്നു തട്ടിപ്പ്? അതായത് ദൃശ്യങ്ങളടക്കം സംഭാഷണങ്ങളാണ് തെളിവുകളായി പുറത്തേക്ക് വരുന്നത്. ആധികാരികത വ്യക്തമാണ്. തട്ടിപ്പിന്റെ ഒരുപക്ഷെ ആക്കവും വ്യക്തമാണ്. ഏത് രീതിയിലാണ് ഈ പോലീസുകാരൻ ഇവരുമായി ബന്ധപ്പെടുന്നത്? ഏതൊക്കെ ഒഴിവുകൾ? കാരണം പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഒരു തട്ടിപ്പിന്റെ ഒരുപക്ഷെ നിഗൂഢമായിട്ടുള്ള തലങ്ങളൊക്കെയും ജനങ്ങളിലേക്ക് അറിയാൻ കഴിയുന്നത്. ഏത് രീതിയിലാണ് കുട്ടന് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ ലഭിക്കുന്നത്, ഈ സംഭാഷണമടക്കം ലഭിക്കാനുള്ള സാഹചര്യം? പ്രതീക്ഷ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ പദ്ധതിയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. 2-3 മാസം കൊണ്ട് തന്നെ ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി ചിലർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തലശ്ശേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ PP ബൈജു, തലശ്ശേരി കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മട്ടന്നൂർ സ്വദേശിയാണ്. ഈ ബൈജുവിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മട്ടന്നൂർ വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് വലിയ തുക ഉദ്യോഗാർത്ഥികളിൽ നിന്നും തട്ടിയെടുക്കുന്നത്. ആ ഓഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഏതാണ്ട് 20ലധികം പേരിൽ നിന്നും താൻ 20ലധികം പേർക്ക് താൻ ജോലി വാങ്ങിക്കൊടുക്കുമെന്നും അതിനനുസരിച്ചുള്ള കാശ് താൻ വാങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഓഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ പുതിയ സംഘം, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സംഘം, ഈ ജോലി ആവശ്യാർത്ഥവുമായി ബൈജുവിനെ സമീപിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ജോലിക്ക് വേണ്ടി പോയവർ, കുട്ടിയുടെ രക്ഷിതാക്കൾ വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാശൊക്കെ തന്നതിന് ശേഷം ഇതൊരു പറ്റിക്കലാകുമോ എന്നുള്ള ആശങ്ക പറഞ്ഞപ്പോൾ ബൈജു നൽകുന്ന മറുപടി, തനിക്ക് വലിയ ബന്ധങ്ങളുണ്ട്, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാശ് തന്നാൽ മതി, ജോലി വേണമെങ്കിൽ മാത്രം കാശ് തന്നാൽ മതി, അല്ലാതെ ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ ആ ഘട്ടത്തിൽ വീണ്ടും ഇവർ സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് ബൈജു തൻ്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞത്. എയർപോർട്ട് അതോറിറ്റിയിൽ തനിക്ക് വലിയ ബന്ധങ്ങളുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര തലത്തിൽ ബന്ധങ്ങളുണ്ട്, അവിടെയുള്ള ഡയറക്ടർമാരൊക്കെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജോലി വാങ്ങിക്കൊടുക്കുക, അല്ലാതെ
നിങ്ങൾ നിലവിൽ അപേക്ഷയൊന്നും നൽകിയിട്ടില്ല, അതുപോലെ തന്നെ പരീക്ഷയും എഴുതിയിട്ടില്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റിനകത്ത് തിരികെ കയറ്റിക്കൊണ്ടാണ് നിങ്ങളെ മകന് ജോലി നൽകാൻ വേണ്ടി പോകുന്നത് എന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് ബൈജു നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി തന്നെയാണ് നേരത്തെയും 19-ലധികം പേരിൽ നിന്നും ഇത്തരത്തിൽ ബൈജു കാശ് വാങ്ങിയിരിക്കുന്നത്. 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഇയാൾ ഇത്തരത്തിൽ ഈ ആൾക്കാരിൽ നിന്ന് പൈസ ഈടാക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കഴിഞ്ഞ 2-3 മാസങ്ങളെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ നമ്മുടെ കൈവശമുണ്ടായിരുന്നു. ഈ ബൈജുവിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നേരത്തെ തന്നെ ഉള്ള ആളാണ് ബൈജു എന്നാണ് വ്യക്തമായത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ ഈ ഓഡിയോ നമുക്ക് ലഭ്യമാവുന്നതും. പ്രജീഷ്, അതായത് കുട്ടൻ, ഈ ദൃശ്യം കാരണം ഏതൊക്കെ തസ്തികകളിലേക്കായിരിക്കാം ഒരു പക്ഷേ, കാരണം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അത് പൂർത്തിയാകാൻ പോകുന്ന തസ്തികകൾ പോലും ആ രീതിയിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ നിയന്ത്രണങ്ങളൊക്കെ തന്നെ വിവിധ ഏജൻസികൾക്ക്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അടക്കം ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് ഒറ്റയ്ക്കിങ്ങനെ പണം വാങ്ങി ചെയ്യാനുള്ള സ്വാധീനം എവിടെ നിന്നാണ്? കാരണം ഒരു വൻ മാഫിയ പിന്നിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഏതൊക്കെ തസ്തികയായിരിക്കാം? വിലപേശില്ല അദ്ദേഹം ഇത്രത്തോളം പണം അഡ്വാൻസ് അടക്കം വാങ്ങണമെങ്കിൽ ഏതൊക്കെ തസ്തിക, അവിടേക്കൊക്കെയുള്ള ഈ വ്യക്തിയുടെ ബൈജുവിൻ്റെ ബന്ധങ്ങൾ, ഇതൊക്കെ പശ്ചാത്തലമൊക്കെ കുട്ടൻ ലഭിച്ചിട്ടുണ്ടോ? പ്രതീക്ഷ നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ ലഭ്യമായ വസ്തുതകൾ അനുസരിച്ചുകൊണ്ട് ഒരു ഇടത്തരം, അതായത് ഇടത്തട്ടിലുള്ള തസ്തികകളിലേക്കാണ് ഇയാൾ ആ ജോലി വാഗ്ദാനം ചെയ്തത്. അത് കാർഗോ ഉൾപ്പെടെയുള്ള സെക്ഷനുകളിലേക്കാണ് ബൈജു ജോലി വാഗ്ദാനം ചെയ്ത് കാശ് അടിച്ചു മാറ്റുന്നത്. അതിൽ ഒരു നിർണായകമായ സംഭവം എന്ന് വെച്ചാൽ ഒരുപക്ഷെ 1-2 പേരെ പറ്റിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത്തരത്തിലൊരു കണ്ണിയായി ഏതാണ്ട് 20-ലധികം പേർ ബൈജുവിനെ സമീപിക്കുന്നു. ഈ ആൾക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ ഓരോ ഭാഗത്തും എത്തിയതിനു ശേഷം അവർ വീണ്ടും ബൈജുവിലേക്ക് എത്തുകയാണ്. ഇവർക്കൊന്നും നിലവിൽ ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ കണ്ടവരോട് മാത്രമാണ് നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി ഉള്ള ആൾക്കാർ ആരാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യൽ വിവരങ്ങളാണ്. അത് ബൈജുവിനെ ആ രീതിയിൽ ബന്ധപ്പെട്ട അധികൃതർ ചോദ്യം ചെയ്താൽ മാത്രമേ അത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബൈജു തന്നെയാണ് താൻ 20-ലധികം പേർക്ക് ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം തുറന്നു പറയുന്നതും. അത് കാർഗോ സെക്ഷൻ, അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള സാധാരണ ജോലികൾക്കൊക്കെ വേണ്ടിയുള്ള തസ്തികൾ ആ ലെവലിലാണ് ബൈജു ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉന്നത ജോലിക്കല്ല ഈ ഒരു ഇടപെടൽ നടന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ ജോലിക്ക് വേണ്ടി കൊടുക്കുന്ന തുകയാണ്. പക്ഷേ ഇത് ഈ 20-ലധികം പേർ ഇതിനകത്ത് ഇടപെടുകയും അവർ പൂർണ്ണമായും വഞ്ചിതരാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഇത്രയും ആൾക്കാരെ ബൈജുവിനെ എങ്ങനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയ അല്ലെങ്കിൽ വലിയൊരു സംഘം ഈ എയർപോർട്ടിലെ ജോലി വാങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ട്. അതും അന്വേഷണ ഏജൻസികൾ ആ രീതിയിൽ അന്വേഷിച്ചാൽ മാത്രമാണ് മനസ്സിലാക്കാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടി സാധിക്കാം. ബൈജു തന്നെ പറയുന്നതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയറക്ടർമാർക്ക് തീരുമാനിച്ചുകൊണ്ടാണ് ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുക, അല്ലാണ്ട് താൻ ഒറ്റക്കല്ല ഇത് ചെയ്യുക. ഇതിന്റെ എയർപോർട്ട് അതോറിറ്റി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും വരുന്ന ലിസ്റ്റിനകത്ത് നിങ്ങളുടെ ആരെയാണോ ഈ ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പേര് അതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ്, തിരികെ ചേർക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു വളരെ അവിശ്വസനീയമായ കാര്യങ്ങളൊക്കെയാണ് ബൈജു പറയുന്നത്. പക്ഷേ ഇത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ജനങ്ങൾ കാശ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പിന്നിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ദൃശ്യങ്ങൾക്കകത്ത് ബൈജു മാത്രമാണുള്ളത്. അതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള വലിയ സംശയമുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണം കൂടി നടത്തിയാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തി അതായത് കുട്ടൻ പറയുന്നത് ഈ ബൈജുവിനെ കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യുക, കാരണം അടിയന്തരമായി തന്നെ അന്വേഷണ ഏജൻസി ഇടപെട്ടുകൊണ്ട്, കാരണം ഒരു കൊടും കൊള്ളയാണ് ഒരു പക്ഷേ അരങ്ങേറാൻ പോകുന്നത് അല്ലെങ്കിൽ അരങ്ങേറിയിരിക്കുന്നത്. നിരവധി പേർ ഒരു പക്ഷേ വഞ്ചിതരായിരിക്കാം. നേരത്തെ കുട്ടൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ശരാശരി നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ജോലിയിലേക്ക് ഉള്ള ഇടപെടൽ മാത്രമായിരിക്കാം. കാരണം മറ്റ് കേന്ദ്രങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ നിയമനങ്ങളൊക്കെ നടത്തുന്നത് വ്യക്തമായ രീതിയിൽ ആ ബന്ധപ്പെട്ട ഏജൻസികളും ആ രീതിയിലുള്ള നിയമനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെയൊക്കെ തന്നെ പരിധിയിൽ വരുന്ന നിയമനങ്ങളാണ്. അപ്പോൾ ഒരു ഇടത്തരം ജോലികളിലേക്ക് ഇത്തരത്തിൽ പണം വാങ്ങുന്നു, ഇടപെടുന്നു. അതിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തെ, ഈ ബൈജുവിനെ അറസ്റ്റ് ചെയ്ത് അടിയന്തരമായി തന്നെ ബൈജുവിനെ കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്താൽ വിപുലമായ കണ്ണികളിലേക്കായിരിക്കുമോ ഒരുപക്ഷെ ഇതിൻ്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ എത്തുക. ഇതിനോടകം എത്ര പേരാണ് ഇത്തരത്തിൽ വഞ്ചിതരായി എന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക നിഗമനം, തുകയുടെയൊക്കെ തന്നെ തോത് എങ്ങനെയാണ് കുട്ടൻ? പ്രജീഷ്, ഈ കാര്യത്തിനകത്ത് വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്തം എയർപോർട്ട് അതോറിറ്റിക്കുണ്ട്.
കാരണം വളരെ സുതാര്യമായാണ് നിയമന നടപടികൾ, അതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായും വളരെ കുറ്റമറ്റ രീതിയിലൊക്കെ നിയമന നടപടികൾ എടുക്കുന്നു എന്നാണ് പൊതുവിൽ അവരുടെ അവകാശവാദം. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ജനങ്ങളിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് വലിയ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അത്തരത്തിലുള്ള ഈ ബൈജു പറയുന്ന സംഭാഷണത്തിൽ നിന്നും എയർപോർട്ട് അതോറിറ്റി ഡയറക്ടർമാർ ഉൾപ്പെടെ പേരുകൾ അല്ലെങ്കിൽ അവരുടെ പദവികൾ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കണം. അല്ലെങ്കിൽ തന്നെ ബൈജുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. വളരെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബൈജു പണം വാങ്ങുന്നു, അതിന് തൊട്ട് മുന്നോടിയായി അതേ ഹോട്ടലിൽ വെച്ച് നടന്ന സംഭാഷണം തന്നെയാണ് നമ്മൾ പുറത്തുവിട്ടതും. ഇത്തരത്തിൽ വിലപേശിക്കൊണ്ടാണ് ബൈജു ആ സംഭാഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈജുവിന്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അത് ബൈജു വേറെന്തെങ്കിലും വെറുതെ പറഞ്ഞതാണോ അല്ല ബൈജുവിന് അത് ഉള്ളതാണോ എന്നെ സംബന്ധിച്ച് നമുക്ക് കൃത്യതയില്ല. പക്ഷേ അങ്ങനെ വെറുതെ പറയുന്നതാണെങ്കിൽ ഇത്തരത്തിൽ 10-20 പേരിൽ നിന്ന് ഇങ്ങനെ കാശ് വാങ്ങാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഇതിലൊരു അന്വേഷണം ഈ സംബന്ധിച്ച് നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു മട്ടന്നൂർ എയർപോർട്ടിലെ അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ട്, മട്ടന്നൂരാണ് നിൽക്കുന്നത്, ഈ മട്ടന്നൂർ എയർപോർട്ടിലെ നിയമന നടപടികൾ മുഴുവൻ സംശയത്തിന്റെ ഒരു നിഴലിലാവുന്ന ഒരു സാഹചര്യം കൂടി വരും. പ്രജീഷ്, യെസ്, എന്തായാലും കുട്ടൻ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലേക്ക്, കാരണം ഒരു ശ്രദ്ധ ക്ഷണിക്കുന്ന, അന്വേഷണ ഏജൻസികളെ ശ്രദ്ധ ക്ഷണിക്കുന്ന, വരാൻ പോകുന്ന ഒരു കൊടുംകൊള്ളയുടെ ഒരുപക്ഷെ തടയിടാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലാണ് പീപ്പിൾ TV നടത്തിയിരിക്കുന്നത്. സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ കൊടുംകൊള്ളയുടെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് കൂടി കൂടുതൽ സഹായകരമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ഏത് രീതിയിലാണ് കുട്ടൻ ഈ ആ ഒരു സംഭാഷണമടക്കം, ഇവരുടെ സന്ധി സംഭാഷണം, അവിടേക്കുള്ള എഗ്രിമെന്റ്, തുക സംബന്ധിച്ചുള്ള സംസാരങ്ങൾ, ഇതൊക്കെ തന്നെ നോക്കുമ്പോൾ ഈ വ്യക്തി, ബൈജു എന്ന് പറയുന്ന വ്യക്തി, ആധികാരികമായി തന്നെയാണോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നത്? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇദ്ദേഹം പോലീസ് ഓഫീസർ എന്നാണ് പറയുന്നത്. മുൻപും അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ചെന്നെത്താനുള്ള ഏത് രീതിയിലുള്ള ഒരു പിൻബലമുണ്ടോ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പോലീസിലാണല്ലോ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ. അങ്ങനെ എന്തെങ്കിലും കുട്ടനിൽ ലഭിച്ചിട്ടുണ്ടോ വിശദാംശങ്ങൾ? പ്രജീഷ്, ബൈജുവിന് നല്ല ബന്ധങ്ങളുള്ള വ്യക്തിയാണെന്ന് സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ നമുക്ക് വിവരങ്ങളുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, UDF സർക്കാരിൻ്റെ കാലത്ത് UDF അനുകൂല പോലീസ് അസോസിയേഷൻ സംഘടനയുടെ വലിയ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ബൈജു. അതുവഴി തന്നെ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഇതുപോലെ ഇത്തരത്തിലൊരു കേസായി വന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവമായി വന്നില്ലെങ്കിലും മറ്റ് ചില അവിഹിതമായ ഇടപെടലുകൾ ബൈജു നടത്തുന്നുണ്ട് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങളും നമുക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമായിരുന്നു. പ്രത്യേകിച്ച് പോലീസ് സേനക്കുള്ളിൽ തന്നെ ബൈജുവിനെ കുറിച്ച് വലിയ മതിപ്പില്ലാത്ത അഭിപ്രായമാണ്. അവിടെ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ 2-3 തവണ നമ്മൾ ബൈജുവിനെ ബന്ധപ്പെടാൻ പല രീതിയിലും നോക്കിയിരുന്നു. പക്ഷേ ബൈജു വളരെ കണ്ണിങ്ങായി പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളും നമുക്ക് ബൈജുവിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പക്ഷെ പിന്നീടാണ് ബൈജു ഇത്തരത്തിൽ കാശ് വാങ്ങുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ അത് സംബന്ധിച്ച ഓഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അത് പരിശോധിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിവരങ്ങൾ ഉണ്ട്. ബൈജു തന്നെ തുറന്നു പറയുന്നത്, നമ്മൾ കൊടുത്ത ഓഡിയോയേക്കാൾ അധികം കാര്യങ്ങൾ ബൈജു അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെ പേര്, അത് നമ്മളിവിടെ പറയാത്ത, സ്വാഭാവികമായിട്ടും ഇവിടെ പറയേണ്ട വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ പേരുൾപ്പെടെ ആ ഓഡിയോക്കകത്ത് പറയുന്നത്. അതൊരു ബന്ധത്തിന്റെ പേരല്ല, മറ്റൊരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട്, അത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പല ബന്ധങ്ങൾ, ഈ എയർപോർട്ട് അതോറിറ്റിയിലെ ഉന്നതന്മാരുടെ ബന്ധങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്, ആ ഓഡിയോക്കകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ഈ രക്ഷിതാക്കളുടെ ആശങ്ക പൂർണ്ണമായും അകറ്റിയതിനു ശേഷമാണ് ഇവർ സഞ്ചിയിൽ പണം ബൈജുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. പിന്നീട് ബൈജു ഇറങ്ങിപ്പോകുമ്പോൾ ആ പണം സഞ്ചി മാറ്റിക്കൊണ്ട് പണം കീശയിലിട്ട് പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ വീഡിയോക്കകത്തുണ്ട്. ഇത്തരത്തിൽ വളരെ കൃത്യമായ തെളിവുകളാണ് നമ്മളിപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. പ്രജീഷ്, ശരി കുട്ടൻ, PV കുട്ടനാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി തട്ടിപ്പ് ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ആ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്, പൂർണ്ണമായ ആ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിവിധ തസ്തികകളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് വൻ തട്ടിപ്പ് നടക്കുന്നത്. മട്ടന്നൂർ സ്വദേശിയും തലശ്ശേരി കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായ ബൈജുവാണ് 20ഓളം പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഇയാൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങുന്നത്. തന്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് ഉദ്യോഗാർത്ഥികളെയും രക്ഷിതാക്കളെയും വിശ്വസിപ്പിച്ച ശേഷമാണ് പണം കൈപ്പറ്റുന്നത്. എയർപോർട്ട് അതോറിറ്റി ഇവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ ചെയ്യണം.
അത് ചെയ്തിട്ട് അതിന് കടലാസ് അവിടെ ഞാൻ വാങ്ങിക്കാൻ സാറേ കൈയോടെ വാങ്ങിക്കണം അവർ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് സാറെന്നോട് ഒരു കാരണവശാലും ഇത് ലീക്കാകാൻ പാടില്ല. ലീക്കായി കഴിഞ്ഞാൽ പല ഭവിഷ്യത്തുകളും ആദ്യം ചോദിക്കുന്ന അപേക്ഷ നമ്പറാണ് ഉണ്ടോ അപേക്ഷ വെച്ചിട്ടുണ്ടോ ഇത് തിരികെ കയറ്റില്ല സംഭവം. ലീക്കിന്റെ മീൻസ് അതെല്ലാം അവർ ഡയറക്ടേഴ്സ് കേസ് നടക്കുന്നത്. തലശ്ശേരി സ്വദേശിയിൽ നിന്നും ജോലിക്കായി ഇയാൾ വാങ്ങിയത് 3 ലക്ഷം രൂപയാണ്. തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് പണം കൈമാറിയത്. ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ചിലർ. ഈ പോലീസുകാരന് പിന്നിൽ വൻ മാഫിയ ഉണ്ടെന്ന സൂചനയും ശക്തമാണ്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. പതാക ഉയർത്തലിന് ശേഷം പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, 3 ദിവസം നീളുന്ന സമ്മേളനത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലൊക്കെ ഉള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? ഇന്നെന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക? പ്രതീക്ഷ 3 ദിവസം നീളുന്ന CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. തിരുവനന്തപുരം AKG ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 405 പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 5-നാണ് സമ്മേളനം സമാപിക്കുക. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്: കോൺഗ്രസിൻ്റെയും BJPയുടെയും സാമ്പത്തിക നയങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയുകയില്ല. കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് BJP എതിർത്താൽ അതിനെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. അതിന് ജനങ്ങളോട് മറുപടി പറയാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ സഹകരിക്കാൻ സന്നദ്ധതയുള്ളവരെ ഉൾക്കൊള്ളാൻ CPMന് കഴിയണം. CPMൻ്റെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. കേരള കോൺഗ്രസ് എമ്മും വീരേന്ദ്രകുമാറും UDF വിട്ടു. BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയും ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. BJPക്കുള്ളിലെ അഴിമതിയും അതോടൊപ്പം തന്നെ വർഗീയ പ്രീണനവുമെല്ലാം BJPയെ തന്നെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹുജന അടിത്തറ കൂട്ടാനുള്ള ശ്രമം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം ദേശീയ തലത്തിൽ കോൺഗ്രസ് ബന്ധത്തെയും ശക്തമായി അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. വർഗീയതയ്ക്കും ഉദാരവൽക്കരണ നയങ്ങൾക്കും എതിരെയാണ് സഖ്യം ഉണ്ടാവേണ്ടത്. രാഷ്ട്രീയ അടവ് നയം നയപരമായ യോജിപ്പുള്ളവരുമായി മാത്രമായിരിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കും ഉദാരവൽക്കരണ നയങ്ങൾക്കും എതിരെ ആയിരിക്കണം സഖ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPMും കോൺഗ്രസും തമ്മിൽ സഹകരണം ഉണ്ടായാൽ അതിൽ നിന്നും മുതലെടുക്കുന്നത് BJP ആയിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഭേദഗതികൾ ഉണ്ടാകും. കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തുകയാണ് CPMൻ്റെ നയമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചർച്ചയിൽ ഉയർന്നു വരിക സ്വാഭാവികമാണ്. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടും. ചർച്ചകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ തീരുമാനവും ഉണ്ടാകും. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായ ഐക്യത്തിലേക്ക് എത്തും. BJPയാണ് രാജ്യത്തെ മുഖ്യ വിപത്ത്. BJPയെ പുറത്താക്കാൻ ശക്തമായ നടപടികൾ അല്ലെങ്കിൽ CPMനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയമായി യോജിപ്പുള്ള കക്ഷികളുമായി വർഗീയതയ്ക്കെതിരെ വിശാലമായ വേദിയാണ് ഉണ്ടാകേണ്ടത് എന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതാണ് നമ്മൾ കണ്ടത്. എന്നാൽ BJPയുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സംസ്ഥാനത്ത് LDF സർക്കാരിൻ്റെ ഭരണം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. LDFൻ്റെ പ്രകടന പത്രികയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അത് ശ്ലാഘനീയമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി.
അത് ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ അത് പരിശോധിച്ചാൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ LDFിൻ്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തി തുടർഭരണം എന്ന നിലയിലേക്ക് പോകണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനുള്ള ബഹുജന അടിത്തറ ഉണ്ടാക്കേണ്ടതുണ്ട്. കൂടുതൽ ബഹുജന അടിത്തറ ഉണ്ടാക്കണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നയപരമായി സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികളുമായി യോജിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 3 ദിവസത്തെ സമ്മേളനം ഫെബ്രുവരി 5-നാണ് സമാപിക്കുക. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 1 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന റാലിയായി ആണ് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. 10,000-ഓളം വരുന്ന ചുവപ്പ് സേനയും മാർച്ചിൽ അണിനിരക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സമാപന സമ്മേളനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ 3 ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. റിപ്പോർട്ടിനെ തുടർന്ന് നാളെയും മറ്റന്നാൾ ഉച്ചവരെയും റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളായിരിക്കും നടക്കുക. അതിനുശേഷം ജില്ലാ കമ്മിറ്റിയെയും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തുകൊണ്ട് സമ്മേളനം സമാപിക്കും. അതോടുകൂടി CPMൻ്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടെ സമാപനം ആവുകയാണ്. 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിയും. പിന്നീട് ഫെബ്രുവരി 22 മുതൽ ഈ മാസം 22 മുതൽ 25 വരെയാണ് സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുക. പ്രജീഷ്. ശരി, ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾ ഒന്നായിരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള നീക്കം പ്രസിഡൻഷ്യൽ ഭരണം വേണമെന്ന RSS കാഴ്ചപ്പാടിന്റെ ആദ്യപടിയെന്നും കോടിയേരി. കോർപ്പറേറ്റുകളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് നടപ്പാക്കിയ സാമ്പത്തിക നയത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഇതുവരെ തയ്യാറാകാത്ത കോൺഗ്രസുമായി ചേർന്നു ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിയാണ്. അത് BJPയാണ് അത് മുതലെടുത്തത്. CPIM സ്വീകരിക്കുന്ന രാഷ്ട്രീയ അടവ് നടപടി ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് മുതലെടുക്കാൻ അവസരമുണ്ടായിക്കൂടാ. ഇതിന് സഹായകമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായ വർഗീയതയ്ക്കെതിരായ പോരാട്ടം, ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായ പോരാട്ടം, സാമ്രാജ്യത്വ അനുകൂല നയങ്ങൾ സ്വീകരിക്കുന്ന മോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം, ഇത് വളർത്തുന്നതിന് സഹായകമായ രാഷ്ട്രീയ പോരാട്ടമാണ് എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും. ഇതിനെക്കുറിച്ചാണ് CPM ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSRTC ജീവനക്കാരുടെ പെൻഷൻ മാർച്ച് മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കുമെന്നും KSRTCയെ സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. KSRTCകളെ നിയമിക്കുമെന്ന് മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. പെൻഷൻ കുടിശ്ശികയ്ക്കായി വേഴാമ്പലുകളെ പോലെ കാത്തിരിക്കുന്ന ദുരിതമനുഭവിക്കുന്ന പെൻഷൻകാരുണ്ട്. ആ പെൻഷൻകാരുടെ പെൻഷൻ കുടിശ്ശിക മാർച്ച് മാസത്തോടുകൂടി കൊടുത്തു തീർക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശമ്പളവും കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. എന്നാൽ ശമ്പളവും പെൻഷനും കൊടുക്കുക എന്നതല്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല KSRTCയുടെ ചുമതല. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുക കൂടിയാണ് KSRTCയുടെ ഉത്തരവാദിത്തം. അത് ഫലപ്രാപ്തിയിൽ എത്തിക്കണമെങ്കിൽ കാര്യക്ഷമമായ പ്രവർത്തനം അതിനകത്തു നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതിന് പ്രൊഫഷണലുകളെ മിഡിൽ മാനേജ്മെൻറ്റിൽ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെയും സഹകരണം തേടാതെയും ഒരു ഗവൺമെൻറ്റിനും ഒരു മന്ത്രിക്കും എങ്ങനെ മുമ്പോട്ട് പോകാനൊക്കെ അവർ വിമർശിച്ചു എന്നതുകൊണ്ട് അങ്ങനെ ശത്രുതയോടുകൂടി കാണേണ്ട കാര്യം അങ്ങനെയുണ്ടോ ജനാധിപത്യത്തിൽ? ഈ മാസം 15-നകം KSRTC പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷനും നൽകാനുള്ള നടപടി സ്വീകരിച്ചെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടിയുടെ സഹകരണ വകുപ്പായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുകയെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത 15-ാം തീയതിക്ക് ഫെബ്രുവരി മാസം 15-20-ാം തീയതിക്ക് മുമ്പായിട്ട് കേരളത്തിലെ എല്ലാ പെൻഷൻകാരുടെയും KSRTC പെൻഷൻകാരുടെയും പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർത്തുകൊണ്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സഹകരണ മേഖല സ്വീകരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച്, നിങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സഹകാരി സമൂഹത്തിനാകെ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വരുന്ന 6 മാസക്കാലത്തേക്കുള്ള പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ഇതിനകം തന്നെ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോട് കൂടിയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രാജസ്ഥാൻ BJPക്ക് മുതലാക്ക് ചൊല്ലിയ ആദ്യത്തെ സംസ്ഥാനമാണെന്ന് BJP നേതാവ് ശത്രുഘ്നൻ സിൻഹ. രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തത് പരാമർശിച്ചാണ് സിൻഹയുടെ വിമർശനം.
ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് മോദി വിരുദ്ധനായ സിൻഹ രംഗത്ത് വന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന അജ്മീർ, ആൾവാർ, മണ്ഡൽഗഡ് എന്നീ മണ്ഡലങ്ങളാണ് ബിജെപിയെ തലാക്ക് ചൊല്ലിയതെന്ന് സിൻഹ പരിഹസിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് താമസിച്ചായാലും ചെയ്യണമെന്നും അല്ലെങ്കിൽ വലിയ ദുരന്തമാകും പാർട്ടിയെ കാത്തിരിക്കുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ഒരു വർഷമായി കേന്ദ്ര സർക്കാരിനെതിരെയും നിലവിലെ ബിജെപി നേതൃത്വത്തിനെതിരെയും പരസ്യമായി വിമർശനങ്ങൾ ശത്രുഘ്നൻ സിൻഹ ഉയർത്താറുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ യശ്വന്ത് സിൻഹ രൂപീകരിച്ച രാഷ്ട്രമഞ്ച് എന്ന സംഘടനയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ശത്രുഘ്നൻ സിൻഹ ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്. ഇരിങ്ങാലക്കുടയിലെ സുജിത്ത് വധക്കേസിലെ പ്രതി മിഥുനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തി. സുജിത്തിന്റെ വീടിനടുത്തുള്ള പറമ്പിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ മിഥുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസിന് ലഭിച്ചു. സഹോദരിയെ ശല്യം ചെയ്ത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മിഥുൻ സുജിത്തിനെ മർദ്ദിച്ചത്. ചികിത്സയിൽ കഴിയവേ ബുധനാഴ്ച പുലർച്ചെയാണ് സുജിത്ത് മരിച്ചത്. സുജിത്ത് വധക്കേസിലെ പ്രതി ഓട്ടോ ഡ്രൈവറായ മിഥുനെ കണ്ടെത്താൻ മർദ്ദനം നടന്ന ഒരാഴ്ചയാകുമ്പോഴും പോലീസിന് സാധിച്ചിരുന്നില്ല. പ്രതിക്കായി അന്വേഷണം നടക്കവെയാണ് കൊല്ലപ്പെട്ട സുജിത്തിന്റെ വീടിനടുത്ത മിഥുനെ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈയിലെ ഞരമ്പ് മുറിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു മിഥുൻ. മിഥുനെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശരീരത്തിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. ആദ്യമായാണ് ഒരാളെ മർദ്ദിച്ചതെന്നും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം ഇല്ലായിരുന്നുവെന്നും ഇതിൽ പറയുന്നു. കുറ്റബോധം മൂലം ജീവനൊടുക്കുന്നുവെന്ന സൂചന നൽകുന്നതാണ് കുറിപ്പ്. ഇളയമ്മയുടെ മകളെ ശല്യം ചോദ്യം ചെയ്തതിൽ വൈരാഗ്യം പുലർത്തിയിരുന്ന മിഥുൻ ജനുവരി 28-ാം തീയതി ഇരിങ്ങാലക്കുട നഗരമധ്യത്തിൽ വെച്ചാണ് സുജിത്തിനെ മർദ്ദിച്ചത്. ചികിത്സയിൽ കഴിയവേ ബുധനാഴ്ച പുലർച്ചെ 1 മണിക്കാണ് മരണം സംഭവിച്ചത്. മിഥുന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. രക്തം വാർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മിഥുന്റെ നില അതീവ ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊല്ലം കുരിയിൽ ബാലികയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. കുന്നിക്കോട് ചക്കിവരക്കൽ സ്വദേശി രാമചന്ദ്രൻ പിള്ളയാണ് മരിച്ചത്. കുരി റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ന് രാവിലെ 7:30 സംഭവം. കഴിഞ്ഞ മാസം 24-ന് 15 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇയാൾ ഒളിവിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ദേശീയ ജൂനിയർ കരാട്ടയിൽ കേരളത്തിന് 1 സ്വർണവും 3 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 8 മെഡലുകൾ. ഡൽഹി തൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭേദപ്പെട്ട പ്രകടനമാണ് കേരളം ഇത്തവണ കാഴ്ചവെച്ചത്. 55-അംഗ സംഘമായിരുന്നു കേരളത്തെ പ്രതിനിധീകരിച്ച് ചാമ്പ്യൻഷിപ്പിനെത്തിയത്. കേരളത്തിനായി അമൃത വിജയനാണ് സ്വർണം നേടിയത്. പരിശീലകരായ സുദീപ് ടി സിറിയക്ക്, ശരത്ത്, എൽദോ ഫിലിപ്പ്, ആനന്ദ് മനിയേരി എന്നിവർ ഉൾപ്പെടെയുള്ള സംഘം 4-ാം തീയതി നാട്ടിലേക്ക് തിരിക്കും. ചിൽഡ്രൻ ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനം മുകേഷ് ഖന്ന രാജിവെച്ചു. തന്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കാലാവധി അവസാനിക്കാനിരിക്കെ മുകേഷ് ഖന്നയുടെ രാജി. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തോട് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ലയിപ്പിക്കാനുള്ള നീക്കത്തിൽ അതൃപ്തനായിരുന്നു മുകേഷ് ഖന്ന. കുട്ടികൾക്കായുള്ള സിനിമാ നിർമ്മാണത്തിന് അനുവദിക്കുന്ന തുക വളരെ പരിമിതമാണെന്നും ആ ചിത്രങ്ങളുടെ പ്രദർശനം സ്കൂളുകളിൽ മാത്രമായി ചുരുക്കുന്നതിലും മുകേഷ് ഖന്ന എതിർപ്പുയർത്തിയിരുന്നു. ശക്തിമാൻ എന്ന TV സീരിയലിലൂടെ ഏറെ പ്രശസ്തി നേടിയ ചലച്ചിത്ര താരമാണ് മുകേഷ് ഖന്ന. എന്നാൽ ഖന്നയുടെ രാജി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് സൂചനകൾ. 1955-ലാണ് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. അപ്രതീക്ഷിതമായി ലഭിച്ച അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് പാലക്കാട് പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി സ്നേഹ. ധനമന്ത്രി തോമസ് ഐസക് ബജറ്റിന്റെ ആമുഖത്തിൽ പരാമർശിച്ചത് 2 വർഷം മുൻപ് സ്നേഹ എഴുതിയ ലാബ് എന്ന കവിതയാണ്. അവിചാരിതമായിരിക്കാം. നിയമസഭയിൽ ലാബ് എന്ന കവിത ഉദ്ധരിച്ച് ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കവിത എഴുതിയ സ്നേഹ സ്കൂളിലെ ഫിസിക്സ് ലാബിൽ പരീക്ഷണത്തിലും നിരീക്ഷണത്തിലുമായിരുന്നു. സ്ത്രീ സമത്വത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും എല്ലാം പ്രാധാന്യം സൂചിപ്പിക്കാനാണ് അടുക്കളയെ ലാബായി ചിത്രീകരിച്ച സ്നേഹയുടെ കവിത തോമസ് ഐസക് തിരഞ്ഞെടുത്തത്. മോഡൽ എക്സാമിന്റെ തിരക്കിലായിരുന്ന സ്നേഹ ബജറ്റിൽ കവിത ഇടം പിടിച്ച വിവരം അധ്യാപകരിൽ നിന്നാണ് അറിഞ്ഞത്. ആദ്യം ഒരു ഞെട്ടലായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിൽ അതിന്റെ ഹാങ് ഓവർ കഴിഞ്ഞതാണെന്ന് വിചാരിച്ചു. ഇപ്പോ വീണ്ടും അത് ബജറ്റിൽ അത് സൂചിപ്പിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചു. 2015-ൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കവിതാരചനാ മത്സരത്തിലാണ് സ്നേഹ ലാബ് എന്ന കവിത എഴുതിയത്. അടുക്കളയിൽ പുകഞ്ഞുതീരുന്ന സ്ത്രീ ജീവിതങ്ങളെ മൂർച്ചയേറിയ വരികളിലൂടെ അടയാളപ്പെടുത്തുന്നതാണ് കവിത.
വിധികർത്താക്കളുടെ ഹൃദയം കീഴടക്കിയ കവിത പിന്നീട് സോഷ്യൽ മീഡിയയിലും തരംഗമായി. ബജറ്റിൽ ഇടം പിടിച്ചതോടെ ആശയത്തിന്റെ ആഴം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട കുട്ടിക്കവിതയും കുട്ടിയെഴുത്തുകാരിയും 2 വർഷത്തിനിപ്പുറം വീണ്ടും ചർച്ചയാവുകയാണ്. എഴുത്തിനെ സീരിയസ് ആയി കാണുന്ന സ്നേഹ സ്കൂളിൽ നിന്ന് ഞങ്ങളെ യാത്രയാക്കുന്നത് തന്റെ വരികളിലൂടെയാണ്. എന്റെ കല്ലറ പൊളിച്ചു മാറ്റുമ്പോൾ, അഴുകിയ മാംസം ചികഞ്ഞു മാറ്റുമ്പോൾ, ക്ഷയിച്ച എല്ലുകളെ പൊടിച്ചു കളയുമ്പോൾ, നീർവറ്റിയ ഹൃദയം എടുത്തുയർത്തുമ്പോൾ ഒരിക്കലും അത് തുറന്നു നോക്കരുത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. ആഗോളതാപനത്തിന്റെ ഇരയായ കൊല്ലം മൺട്രോത്തുരുത്തിന് ജീവൻ പകരാൻ സംസ്ഥാന ബജറ്റിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. വിവിധ പദ്ധതികൾക്ക് 55 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയത്. മൺട്രോത്തുരുത്ത് കിഴക്കേക്കരട കുടിവെള്ള പദ്ധതിക്ക് 30 കോടി രൂപ, 10 കോടി രൂപ ചെലവഴിച്ച ഗവൺമെന്റ് കാറ്ററിംഗ് കോളേജ്. ഉൾനാടൻ മത്സ്യകൃഷിക്കും മത്സ്യതീറ്റ ഫാക്ടറിക്കും 5 കോടി. കിടപ്ര മുട്ടം പാലം റോഡ് നിർമ്മാണത്തിന് 4 കോടി. ഇടിയക്കടവ് പാലം നിർമ്മാണത്തിന് 5 കോടിയും നീക്കിവെച്ചു. കല്ലട ജലോത്സവം സ്ഥിരം പവലിയന് 1 കോടിയും ഉൾപ്പെടെ 55 കോടി രൂപയുടെ പദ്ധതികളാണ് ധനമന്ത്രി തോമസ് ഐസക് മൺട്രോത്തുരുത്തിന്റെ വികസനത്തിനായി പ്രഖ്യാപിച്ചത്. മൺട്രോത്തുരുത്തിന് ഏകദേശം 55 കോടിയുടെ വികസന പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഗവൺമെന്റ് കാറ്ററിംഗ് കോളേജിന് വേണ്ടി 10 കോടി രൂപയും ഉൾനാടൻ മത്സ്യകൃഷിക്കും തീറ്റ ഫാക്ടറിക്കുമായി 5 കോടി രൂപയും, മൺട്രോത്തുരുത്ത് കിഴക്കേക്കരയുടെ കുടിവെള്ള പദ്ധതിക്കായി 30 കോടി രൂപയും, ഇടിയക്കടവ് പാലത്തിന് സമാന്തരമായി ഒരു പാലം പണിയുന്നതിന് 5 കോടി രൂപയും, കല്ലട ജലോത്സവത്തിന്റെ സ്ഥിരം പവലിയനായി 1 കോടി രൂപയും, കിടപ്പുറം മുട്ടം പാലത്തിന് റോഡിനുമായി ഒരു 4 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ ആദ്യ മത്സ്യഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട മൺട്രോത്തുരുത്തിന് കൃഷിയും നശിച്ച് ആഗോളതാപനം മൂലം നിരവധി കുടുംബങ്ങൾ അവരുടെ ആകെയുള്ള സമ്പാദ്യം മൂലം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന സംഭവം പീപ്പിൾ ടിവിയാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിന്റെ കാർഷികം, ടൂറിസം, മറ്റടിസ്ഥാന വികസനത്തിനും വഴിയൊരുക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആരോഗ്യമേഖലയുടെ അടുക്കള എന്ന പേരിൽ തുടക്കം കുറിച്ച പൊതുമേഖലാ സ്ഥാപനമായ ആലപ്പുഴ KSDPക്ക് ചരിത്രത്തിൽ ലഭിക്കാത്ത സഹായമാണ് ഇത്തവണത്തെ ബജറ്റിൽ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ഉറപ്പുവരുത്തുന്നതിനാണ് KSDPക്ക് ഈ സഹായം. ലോകരാജ്യങ്ങളിലേക്ക് കൂടി KSDPയുടെ മരുന്നുകൾ കയറ്റി അയക്കാൻ WHOയുടെ അംഗീകാരം കൂടി ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയിലാണ് ജീവനക്കാരെന്ന് ചെയർമാൻ CB ചന്ദ്രബാബു പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായിരുന്നു മരുന്ന് നിർമ്മാണശാലയായ ആലപ്പുഴ KSDP. എന്നാൽ ഇന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള മരുന്ന് നിർമ്മാണ മേഖലയായി ഉയർന്നു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ, ചികിത്സാ കേന്ദ്രങ്ങളിൽ ആവശ്യമായി വരുന്ന മരുന്നിൻ്റെ നല്ലൊരു ഭാഗം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് തീർച്ചയായും ഗുണനിലവാരമുള്ള മരുന്നുകളായിരിക്കും. കേരളത്തിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ വരെ മരുന്ന് കയറ്റി അയക്കാവുന്ന അംഗീകാരവും ഇന്ന് ഈ കമ്പനി നേടിയെടുത്തു. ആ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ നമുക്ക് വിദേശത്തേക്ക് അയക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട തടസ്സം WHO അംഗീകാരമില്ല എന്നുള്ളതായിരുന്നു. അത് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. NABL അക്രഡിറ്റഡ് ലാബും സജ്ജമാണ്. ഇനി നമുക്ക് തീർച്ചയായും ഇപ്പോൾ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മരുന്നിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അത് നമുക്ക് നിറവേറ്റാൻ കഴിയും. ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മരുന്നിന്റെ വില താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ക്യാൻസർ രോഗബാധിതരായിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരുടെ ചികിത്സയ്ക്കുള്ള ചെലവും വളരെ കൂടുതലാണ്. അപ്പോൾ അത് പുതിയ ഒരു ഓങ്കോളജി മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആരംഭിക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ബജറ്റിൽ ഈ പ്രശ്നം കൂടി പരിഹരിച്ചതോടെ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആരോഗ്യ മേഖല ഏറെ പ്രതീക്ഷയോടെ കാണുന്ന KSDPക്ക് അനുവദിച്ച സഹായങ്ങളാണ് ഭാവിയിൽ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഗുണകരമായി മാറുക. ക്യാമറാമാൻ ഇമ്മാനുവൽ ഫ്രാൻസിസിനൊപ്പം ഷാജഹാൻ. ഇപ്പോൾ സീതാറാം യെച്ചൂരി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. 89% of all corporate donations in the country to political parties, 89% went to the ruling BJP. Now this comes on the top of the fact that just 1% of the Indian population has cornered 73% of all additional wealth generated in 2017. Then see it with another fact, that during these last 3 years, more than 2 lakh crores of rupees worth of NPAs have been virtually written off by the government. The government refuses to give a loan waiver to the farmers who are committing suicides. But to the corporates,
more than 2 lakh crores of rupees of NPS have been written off. Government claims that this is not written off. I mean, they are in some other category in the records of the banks, but these are categories that can never be recovered. So put together, this is nothing but a perfection of the process of crony capitalism, whereby corporates gain through such methods, and you have created a situation where shell companies can be established by anybody, and through them you route your money to go to the political parties, and thus make black money legally into white money through such donations. So all this talk of eliminating corruption, eliminating black money, is all a big hoax if this scheme is put in operation. The Supreme Court has issued notices to both the central government and the Election Commission. The Election Commission is earlier on record objecting to this particular method, and they have asked the central government to reconsider, and they have written to the government. Now what the new Election Commission will do, we do not know. But this notice has been served, so they'll also have to respond. And this is also to be seen by another surreptitious move that the government has made in this year's finance bill. If you remember, in the 2016 finance bill, they smuggled in a provision of a retrospective amendment to the Foreign Contributions Regulatory Act, that is the FCRA, whereby they legalized retrospectively the donations made by foreign companies to political parties. Now, on that occasion, when I was in the Rajya Sabha, we had moved 5 amendments to that finance bill, but since that was a money bill, the provision in the constitution is that the Rajya Sabha's amendments will be sent back to the Lok Sabha for consideration once, and with their majority in the Lok Sabha, what I've described as the tyranny of democracy, with their majority in the Lok Sabha, they just bypassed these amendments and granted that retrospective effect benefit. Now that retrospective effect benefit was to start from 2010. That created a problem, and we have circulated a chart that shows you how much of donations were received by the 2 principal parties in our country, that is the Congress and the BJP. And of late, since the government has come, this government has come more to the BJP. But these are not covered by the retrospective act because it was before 2010. So now, in this finance bill, they have brought in a new, smuggled in a new clause, whereby this retrospective change will now come into effect, if the finance bill is adopted, will now come into effect from 1976. That is from the day the FCRA was actually legislated. The day the FCRA legislation came into operation, from that day, now retrospectively, they are permitting donations by foreign companies to political parties. Now this again is a very, very dangerous move, whereby foreign companies, who owns them, who controls them, through what method are they raising their resources, how they are being given to Indian political parties, and if they are being given in such a big quantum to the ruling party, it is very clear that these donations are a form of investment by these corporates for trade-offs and for deals. This is nothing but crony capitalism of the highest order, as I've said earlier. So we think that this has to be rejected, number one. That is our plea before the Supreme Court. And we've argued that it is ultra-virus of the Constitution.
it actually violates the right to information. It violates the sections of the Constitution that we've also pointed out, that is Article 19(1)(a) and also of Article 14 of the Constitution. And therefore, we have also challenged the fact that this sort of a bill cannot be smuggled in as a money bill under Article 110 of the Indian Constitution. So this has to be repealed. That is our appeal before the Supreme Court. But in this context, I would like to say that given this manner in which this entire crony capitalism is operating and the opaqueness that has been created in political funding, the time has come for the country and for our democracy to seriously think of very deep electoral reforms in the country. CPIM has always maintained that the first step to ending political corruption is to ban donations by corporates to political parties. This is the supply side of corruption. You only talk of the demand side of corruption, but the supply side of corruption is the donations being made by the corporates. And unless this is plugged, political corruption cannot be ended. Instead of doing that, you're legalizing political corruption. Electoral bonds are nothing but the legalization of political corruption. And therefore, deep, far-reaching electoral reforms is necessary, which should include this ban on corporate funding. Instead, our position is that corporates must contribute to the functioning of Indian democracy. And therefore, like the social responsibility, corporate social responsibility, let there be a law which will define a percentage of the profits that will be given for strengthening democracy. And let this fund be the corpus which can form a system of state funding of elections, which exists in many Western democracies. And this process of state funding of political parties for electoral purposes, this will be a much more transparent method where people will know that political parties, in accordance with the strength of what they have received of popular support in the earlier election, they will be, this fund can be dispersed. We can work out the mechanisms for that. And along with this, we would suggest that electoral reforms must also consider the introduction of a partial proportional representation in our country. Otherwise, we have this anomaly of central governments forming governments with less than a majority of the support of the people who have voted. This government is today in office with 31% of the popular vote. 69% of the Indian people voted against them. This anomaly can only be solved if you have a partial proportional representation in the country. And that is a demand which the BJP used to support the CPIM when they were in the opposition. But now, of course, they see the advantages of not supporting this thing. But for the health of our democracy, I think this is required. And therefore, as the corollaries to the petition, I think a larger agenda of deep-rooted electoral reforms to fine-tune Indian democracy is required. So we've circulated to you also the petition and the list of companies which have donated to the major political parties before 2010, foreign companies, which will now be legalized instead of actually proceeding on them according to law, will now be legalized through this amendment to the FCRA retrospective. What so is that the reason for permitting the foreign contribution from 1936?
The reason is that both the Congress and the BJP have received huge amounts of money from foreign companies. Now, if you retrospectively don't amend it, then they are liable to be persecuted as violating the Indian law, which is what should be done. But in this, I mean, both of them are there in the last finance bill when the first retrospective amendment came. I remember in the parliament quoting an old Hindi song saying आँखों ही आँखों में इशारा हो गया, बैठे बैठे जीने का सहारा हो गया. So Congress and BJP are both are gators in this, and that's why I mean that is God, and this time also is more likely that's what will happen. But this is violative of the elementary principle of receiving funds from foreign sources for funding Indian elections. There are reports talking about political parties. What is the party's stand on political families, in the sense leaders of the family? We'll come down to that. You're linking it with Kerala. No, we'll come down to that. I mean, I'll come down. First, let us talk about the petition. Families. The moment you said it, अकलमंद को इशारा काफी है. Case, comrade, that there is a direct understanding between BJP and Congress. Well, the point is, I don't know if there is a direct understanding or not. Neither am I commenting on it. But objectively, both BJP and Congress gain by this retrospective amendment. That's why I said, आँखों ही आँखों में इशारा. So whether हाथ मिला के हुआ या नहीं अलग बात. Yes, on the petition. अब हमारी अपील तो इन सबसे यही है कि बाकी सब पार्टियों से कि भाई आज के दिन अगर इस जनतंत्र में छोटे पार्टियों को जिंदा रहना है तो इस तरीके की परिस्थिति को बदलने की ज़रूरत है, वरना पैसे के दबाव में आकर आज कोई छोटा पार्टी चुनाव कंटेस्ट नहीं कर सकता. अब वो हालत तो आ ही गई. अब यहाँ पे मतलब अब क्या बताएं आपको, मतलब रेट जो है यहाँ तक पहुँच रहे हैं कि लोग हमसे आके बोल रहे हैं कि कॉमरेड जी ये इलेक्शन जो है 5 साल में एक बार क्यों होते हैं, हर साल क्यों नहीं करवाते. तभी तो पॉलिटिकल पार्टी से पैसे मिलता है उनको, तो बोलते हैं हर साल इलेक्शन कराओ तो हमारे लिए फ़ायदा है. अब ये हालत आ गई तो क्या होगा जनतंत्र का, बताइए. You see, we think in our constitutional order this is not possible. Please understand, simultaneous elections were the order of the day when elections began in independent India in 1952. You had simultaneous elections 1952 and 1957. Now, why did that break? It broke because the first communist government. യെച്ചൂരി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. BJP സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സർക്കാരായി മാറി. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബജറ്റ് അടക്കം സൂചിപ്പിക്കുന്നത് അതാണ്. ലക്ഷക്കണക്കിന് കോടിയുടെ കിട്ടാക്കടമാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതിത്തള്ളിയെന്നും യെച്ചൂരി പറയുകയുണ്ടായി.